തിരിച്ച് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കൊട്ടിക്കലാശം, അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കൊട്ടിക്കലാശം, അത് ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പലരും വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയെ തകർക്കാനായി ഇപ്പം ഒരു മലയാളിയുടെ പേരൊക്കെ, റിൻസൻ്റെ പേരും ഒക്കെ കേട്ട്, പിന്നീട് റിൻസൺ എവിടെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഹിസ്ബുള്ളയെ തീർത്തതിൽ ഈ മൊസാദിൻ്റെ തലയാണ് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. ഇതിലെന്തെങ്കിലും റോള് റിൻസൺ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും റിൻസൺ ഇതിനകത്തൊരു നല്ല റോളുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നമുക്ക് അറിയാം, ഈ ലെബനിലും അതുപോലെ തന്നെ സിറിയയിലുമൊക്കെ ഈ ഇസ്രയേൽ ആക്രമണം നടത്തും, അല്ലെ ഇത്തരം ഒരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പേജറിൻ്റെ കാര്യങ്ങളിലൊക്കെ വന്നത്. അപ്പോൾ ഈ പേജർ കൈമാറ്റം ചെയ്തതിൽ ഈ റിൻസണും അതുപോലെ തന്നെ ക്രിസ്റ്റീന എന്ന് പറയുന്ന മറ്റൊരു യുവതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേഡിക്കും പങ്കുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നിന്ന് ഇവിടെ പേജർ ആക്രമണമെല്ലാം നടന്നു, വ്യോമാക്രമണമെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റിൻസനെയും ക്രിസ്റ്റീനയും മറന്നു. അപ്പോൾ രണ്ടുപേരും എവിടെയോ മാറിയിട്ടുണ്ട്. ഇപ്പോൾ റിൻസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വമുള്ള ആളായിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് നോർവേയിൽ പോവുകയും നോർവീജിയൻ പൗരത്വം നേടുകയും ചെയ്തു. അപ്പോൾ നോർവേയിലായിരിക്കണം സ്വാഭാവികമായിട്ടും റിൻസൺ ഉള്ളത്. പക്ഷേ റിൻസണെ മൊസാദ് വളരെ തന്ത്രപരമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില സൂചനകൾ. എന്ന് പറഞ്ഞാൽ റിൻസന് നേരെ ഏത് നിമിഷവും ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ആക്രമണം ഉണ്ടാകും. കാരണം റിൻസനാണ് ഇത് മൊത്തം ആസൂത്രണം ചെയ്തതെന്നും റിൻസണിലൂടെ, അതായത് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാൾ, അതൊരു മലയാളി ആയിക്കോട്ടെ, അപ്പോൾ അവരുടെ ഒന്നും ശ്രദ്ധ വരാത്ത രീതിയിൽ ഈ മൊസാദ് ഒരു ആസൂത്രണം ചെയ്യുകയാണ്. അപ്പം ഒരു തരത്തിലും ഈ ഇസ്രയേലിനെ അല്ലെങ്കിൽ മൊസാദിനെ തിരിച്ചടിക്കാൻ കഴിയാത്ത ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ഭീകര മനസ്സുള്ള കുറേ ആൾക്കാർ എന്തായാലും ഉണ്ടാവുമല്ലോ. അവർ എവിടെ വെച്ചെങ്കിലും റിൻസനെ കയ്യിൽ കിട്ടിയാൽ ഉപദ്രവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? റിൻസനെ തീർത്തുകളയും. അതുകൊണ്ട് റിൻസനെ മാറ്റി നിർത്തുക എന്നുള്ളത് മൊസാദിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഒരു ജെന്റിൽമെൻ ഡീൽ എഗ്രിമെൻ്റ് എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ രഹസ്യാന്വേഷണ സംഘടനകളുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ റോ പോലെ അല്ലെങ്കിൽ FBI പോലെ ഉള്ള സംഘടനകൾ, അവരൊക്കെ തന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളെ ഓപ്പറേഷന് വേണ്ടി സമീപിക്കും. ചിലരെ അറിഞ്ഞുകൊണ്ടും ചിലരെ അറിയാത്ത രീതിയിലുമായിരിക്കും. പല വാഗ്ദാനങ്ങളാണ്, പണം അല്ലെങ്കിൽ ജോലി, നിങ്ങളുടെ ഭാവി, ഇതൊക്കെ ഞങ്ങൾ സുരക്ഷിതമാക്കാമെന്നുള്ള ഓഫറാണ്. അപ്പോൾ റിൻസൺ ജോസിനും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓഫർ നൽകിയിട്ടായിരിക്കാം മൊസാദ് ചെയ്തത്. അപ്പം മൊസാദിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം റിൻസൻ്റെ കമ്പനിയിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. കാരണം ഈ പേജറുമായി ബന്ധപ്പെട്ട ആക്രമണം നടന്നപ്പോൾ അന്വേഷണം എല്ലാം ചെന്ന് നിന്ന് ആദ്യം എവിടെയാണ്? തൈവാനിൽ നിന്ന് അന്വേഷണം ചെന്നതെന്ന് ഹംഗറിയിൽ നിന്ന് അന്വേഷണം പോയി അടുത്ത് ബൾഗേറിയയിലെത്തുന്നു. അപ്പോൾ അങ്ങനെ രാജ്യങ്ങൾക്ക് പുറത്ത് അപ്പുറത്തേക്ക് ഈ അന്വേഷണം നീളുക. അപ്പോഴൊക്കെ തന്നെയാണ് ഈ ബൾഗേറിയയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ എന്ന് പറയുന്ന മലയാളിയിലേക്ക് എത്തിയത്. ഇപ്പോൾ നിലവിൽ ഈ റിൻസനെ അന്വേഷിച്ച് മാധ്യമങ്ങളും നമ്മളും ഒക്കെ നടക്കുന്നത് പോലെ തന്നെ ഭീകര തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഹിസ്ബുള്ളയും ഹമാസുമായി ഒക്കെ ബന്ധമുള്ള പല ആളുകളും ഉണ്ടാകും. കാരണം ഇവരുടെ നെറ്റ്വർക്കും വളരെ വലുതാണ്. അവരന്വേഷിച്ച് ചെന്നപ്പോഴേക്കും ഈ നോർവീജിയൻ പൗരത്വമുള്ള റിൻസനെ കൃത്യമായി അവിടെ നിന്ന് മാറ്റി. കാരണം റിൻസൺ അവിടുത്തെയുള്ള ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, റിൻസന്റെ ഭാര്യയും അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഒപ്പം പാർട്ട് ടൈം ആയിട്ട് മറ്റൊരു ബിസിനസ് കൂടെ ചെയ്യുന്നു. അപ്പോൾ റിൻസണ് എന്ത് ജെന്റിൽമെൻ ഡീലാണോ ഈ മൊസാദ് വാഗ്ദാനം ചെയ്തത് അതവർ പാലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് റിൻസനെ മാറ്റി. പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ യുദ്ധം, മലയാളി കൂടിയാണ് റിൻസൺ, മാനന്തവാടിക്കാരനാണ്, വയനാട്. അപ്പോൾ റിൻസന്റെ കുടുംബത്തിനൊക്കെ ഒരു സുരക്ഷിതത്വം വേണ്ടേ? കാരണം ഈ യുദ്ധം നടക്കുമ്പോഴും ഈ ഇറാനെയും ഹിസ്ബുള്ളയൊക്കെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയുടെ കേരള ഘടകം വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ളയെ തകർക്കാൻ മൊസാദിന്റെ തലയിൽ ഇപ്പോൾ ബുദ്ധി ഉദിച്ചത് റിൻസനെ കൊണ്ടാണ് നടപ്പാക്കിയതെന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ, അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള ഇവരുടെ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ അവരുടെ അച്ഛനും അമ്മയ്ക്കോ, ഒരു സാധാരണ ടെയിലറിൻ്റെ മകനാണ് റിൻസൺ, അപ്പോൾ അവർക്കൊക്കെ സുരക്ഷ ഉണ്ടോ? അല്ല, എന്താ വെച്ചാൽ ഈ പേജർ സ്ഫോടനം നടന്നതിന് ശേഷം റിൻസണോ റിൻസന്റെ ഭാര്യയോ അവിടെയുള്ള നോർവീജിയയിലുള്ള അവരുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടില്ല, റിലേറ്റീവ്സുമായി സംസാരിച്ചിട്ടില്ല. മാത്രമല്ല നോർവേയിലെ നാഷണൽ പോലീസ് ഡയറക്ടറേറ്റിനോടും നീതിന്യായ പൊതുസുരക്ഷാ മന്ത്രാലയത്തോടുമൊക്കെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഞാൻ കേരള സർക്കാരിനെ കുറിച്ചല്ല പറയുന്നത്, കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ്. എന്ന്
എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിൻസൺ ജോസിൻ്റെ വീട്ടിൽ ആരെങ്കിലും എത്താനോ അവിടെ അന്വേഷണമായി നടക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിരീക്ഷിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അറിയാലോ. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഏർപ്പെടുത്തി അല്ലെ ഈ സുരക്ഷ ഏർപ്പെടുത്തിയതുകൊണ്ട് ഈ കേരളത്തിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ അത്തരം തീവ്രവാദ നിലപാടുകളൊന്നും കേരളത്തിൽ കുറേ കാലമായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലും കുറേ കാലമായിട്ടില്ല. അല്ല, ഇപ്പൊ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ജാഥയും അതും ഇതുമൊക്കെ നടത്തിയവർക്ക് പൊതുവെ റിൻസൺ ശത്രുവായിരിക്കും. കാരണം പേജർ വാക്കി ടോക്കിയൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് പലരെയും പല തീവ്രവാദികളെയും കൊന്ന അതിന്റെ ആസൂത്രകനാണെന്ന് പറയുന്നത് അതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ റിൻസന്റെ കുടുംബം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ല, ഈ ഇവിടെ പ്രതിഷേധം നടത്തുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാരെന്ന് പറയുന്നത് അങ്ങനെ വരെ ഒരു പ്രതിഷേധത്തിലേ നിൽക്കുള്ളൂ. അതിനപ്പുറത്തെ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ അവർക്ക് പേടിയാണ്. അതായത് ഇവിടുത്തെ നിയമവ്യവസ്ഥയും പോലീസിനെയും ഒക്കെ അവർ ഭയപ്പെടുന്നു. മാത്രമല്ല, ഇതൊരു ഇസ്ലാമിക രാജ്യമല്ലെന്നും ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോയാൽ കേരള സർക്കാരിൻ്റെ ഒരു പിന്തുണ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഇനി അത്തരം ഒരു അക്രമത്തിലേക്ക് അവരൊന്നും മുതിരില്ല. മറിച്ച് ഇനി മറ്റൊരു രാജ്യത്ത് വെച്ച് ഈ റിൻസനെതിരെ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ പേജറുകൾ വിതരണം ചെയ്ത നോർവീജിയൻ കമ്പനിക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിശദമായ അന്വേഷണം നടത്തി. കാരണം റിൻസൺ ഒരു ഗുരുതരമായ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അയാൾ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ പേജർ ഒരിടത്ത് നിന്ന് വാങ്ങി മറ്റൊരിടത്തേക്ക് ഷിപ്പ് ചെയ്യുന്നു, അല്ലേ? ഇത് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് ഇടനിലക്കാരൻ എന്ന നിലയിൽ അയാൾക്ക് കമ്മീഷൻ മേടിച്ചിട്ട് എന്ത് ജോലിയും ചെയ്യാം. അതുകൊണ്ട് നോർവേയുടെ സുരക്ഷാ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ഇയാൾ തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തിയതോടുകൂടി ആ അന്വേഷണം മുന്നോട്ട് പോയില്ല. മാത്രമല്ല, നോർവേയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ സ്വകാര്യമായ ഒരു കമ്പനി നടത്താൻ നിയമപരമായ തടസ്സവുമില്ല. അപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലെ നിയമങ്ങളൊന്നും റിൻസനെതിരല്ല. അപ്പോൾ റിൻസനെ സുരക്ഷിതമായി മാറ്റി നിർത്തണം എന്നുള്ളത് ഈ മൊസാദിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം കൂടിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അവർ ഈ റിൻസൻ്റെ ഭാര്യയും സുരക്ഷിതമായി നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ കൊണ്ട് നിർത്തിക്കൂടാന്നുണ്ടോ, ടെല്ലവീവിൽ കൊണ്ട് നിർത്തിക്കൂടാന്നുണ്ടോ? ഇനി അതൊന്നും വേണ്ട, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ചേട്ടൻ രാജ്യമുണ്ട് അമേരിക്ക, നിങ്ങളെ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് കൊണ്ടുവരാം, അമേരിക്കയിൽ കൊണ്ട് നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇവർക്ക് തിരിച്ചു വരാനൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഈ യുദ്ധം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താ? ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും തുടച്ചു നീക്കുക. ഹമാസിനെ ഏതാണ്ട് 90% ഒഴിവാക്കി കഴിഞ്ഞു. ഇനിയുള്ളത് ഹൂത്തികളെ കൂടെ ഏതാണ്ട് തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി UN-ൽ പോയി പ്രസംഗിക്കവേ 2 മാപ്പുകൾ അദ്ദേഹം ഉയർത്തി കാണിച്ചു. ഈ മാപ്പുകളിലൊന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു രാജ്യമാണെന്നും ഇറാൻ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ഒരു രാജ്യമാണെന്നും, ഒപ്പം അവർ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പുതിയ മാപ്പും കാണിച്ചു. അതിനകത്ത് വെസ്റ്റ് ബാങ്കും ഗാസയും ഒക്കെ ഇസ്രായേലിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അവർ ആ ഭാഗമൊക്കെ പിടിച്ചെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പിടിച്ചെടുത്ത് ഇസ്രായേൽ വലുതാകുന്നു, ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു എന്ന വ്യക്തമായ സൂചനയും സന്ദേശവും നൽകുന്നുണ്ട്. അങ്ങനെ നൽകുന്ന ഒരു ഇസ്രായേൽ പുതിയൊരു പോർമുഖം തുറന്ന് ഈ പറയുന്ന ഭീകര സംഘടനകളെല്ലാം അടിച്ചമർത്തി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി വെച്ചു. അപ്പോൾ ഇവർക്ക് ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് എന്ന് പറയാൻ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു. ആ സമയത്ത് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ഈ പറയുന്ന റിൻസൺ, അല്ല ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ സഹായിച്ചല്ല. കാരണം അവർക്ക് വേണ്ടി സഹായിച്ച എല്ലാ കാര്യങ്ങളും മൊസാദ് പുറത്തുവിടില്ല. പിന്നെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അവരുടെ സത്യം വെളിപ്പെടുക എന്നല്ല. ഇത് വരുന്നത് ഇനി ഒരു 10, 15, 20 വർഷം കഴിയുമ്പോഴായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഇവർ ഈ ക്രിസ്റ്റീനെയും അതുപോലെ തന്നെ റിൻസണും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, ഞങ്ങളെ സഹായിച്ചിരുന്നു എന്നുള്ള കാര്യം പുറത്തു വിട്ടേക്കാം. അതിനുശേഷം ഇവർക്ക് ഏത് രാജ്യത്ത് നിൽക്കാമല്ലോ. പിന്നീട് ഈ മൊസാദിന് വേണ്ടി ഒരു സഹായം ചെയ്തവർക്ക് അതുപോലൊരു സുരക്ഷ അമേരിക്കയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സേഫായ ഒരു പാശ്ചാത്യ രാജ്യത്തോ നൽകുമെന്നുള്ള കാര്യം ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ജീവന് വലിയ ഭീഷണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഏതൊരു കുറ്റം ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ ഏതൊരു ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കും കുറച്ച് ഭീഷണി ഉണ്ടാവുമല്ലോ, സുരക്ഷാ ഭീഷണി. അതിനെ മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഇപ്പൊ ഇവിടെ റിൻസന്റെ കുടുംബത്തെ കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. മാത്രമല്ല, റിൻസന്റെ കുടുംബം ഇവിടെ വലിയ തെറ്റൊന്നും ചെയ്തില്ല. ഇവിടെ നമ്മളല്ലേ പറയുന്നത് റിൻസൺ എന്തോ വലിയ തെറ്റ് ചെയ്ത്. ഇവിടെ റിൻസൺ എന്താ ചെയ്തത്? റിൻസൺ ഇടനില നിന്നുകൊണ്ട് ഈ പേജറുകൾ വാങ്ങി വിറ്റു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരിടത്ത് നിന്ന് വാങ്ങി മറ്റൊരിടത്തേക്ക് വിൽക്കുമ്പോൾ കമ്മീഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിലുള്ള കമ്മീഷനെ ഒരു മോശമായി ചിത്രീകരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ അത് നിയമാനുസൃതമാണ്. ഇപ്പം ഞാനൊരു സാധനം ധന്യയ്ക്ക് തരുന്നെങ്കിൽ ധന്യയിൽ നിന്ന് ഞാനൊരു കമ്മീഷൻ വാങ്ങുന്നു. തിരിച്ച് ധന്യ ആർക്കാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ധന്യയിൽ ആരിൽ നിന്നാണോ വാങ്ങുന്നത് അവരിൽ നിന്നും ഞാനൊരു കമ്മീഷൻ വാങ്ങുന്നു. അപ്പോൾ എൻ്റെ ഒരു വരുമാന മാർഗ്ഗം അതാ. ഇത് തന്നെയാണ് റിൻസൺ ചെയ്തതെന്ന് അവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാത്തത്. കേസില്ലല്ലോ. ഇയാളിപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റിൻസൺ
എവിടെ എന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞ ബന്ധുക്കൾ ഒരു പരാതി നോർവീജിയൻ പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നോർവീജിയൻ പോലീസ് ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യും. അതായത് റിൻസൺ എന്ന് പറയുന്ന ഒരു യുവാവ് ഇവിടെ ജോലി ചെയ്തിരുന്നു. ഏതാണ്ട് 39 വയസ്സുണ്ട്. അയാൾ ഇന്ത്യൻ വംശജനായിരുന്നു, ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നോർവീജിയൻ പൗരത്വം കിട്ടിയതോടുകൂടി ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു പൗരനെ കാണുന്നില്ല, ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കണേ എന്ന് പറഞ്ഞ ഒരു പരാതി നൽകി. അതൊരു പക്ഷേ ഇസ്രായേലിൻ്റെ കൂടെ ഇടപാടിൽ മുൻനിർത്തിയാണെങ്കിലോ, അതായത് ഇസ്ലാമിസ്റ്റുകൾ ഇയാളെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഇയാൾ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ പോലീസുകാർ ഇയാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും റിൻസൺ എവിടെയും പോയിട്ടില്ല. ഈ പറയുന്ന മൊസാദിൻ്റെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് സുരക്ഷിതമായി ഇരിപ്പുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും.